യുവനടിയുടെ പരാതിയിലെ ലൈംഗിക അതിക്രമ കേസിൽ സംവിധായകൻ രഞ്ജിത്തുമായി അന്വേഷണ സംഘം ഇന്ന് തെളിവെടുക്കും. അതിക്രമം നടന്ന കാരവനിലെത്തിച്ച് തെളിവെടുക്കും. ചങ്ങനാശ്ശേരിയിലെ ഷൂട്ടിംഗ് സെറ്റിൽ നിന്ന് പിടിച്ചെടുത്ത 2 കാരവനുകൾ കഴിഞ്ഞ ദിവസം കൊച്ചിയിൽ എത്തിച്ചിരുന്നു. ഡിജിറ്റൽ തെളിവുകൾ ശേഖരിക്കുന്നതിനൊപ്പം സംഭവ ദിവസം സെറ്റിലുണ്ടായിരുന്നവരുടെ മൊഴിയും അന്വേഷണ സംഘം രേഖപ്പെടുത്തുന്നുണ്ട്. ഷാബാസ് അഹമ്മദ് വിവരങ്ങളുമായി ചേരുന്നുണ്ട് കൊച്ചിയിൽ നിന്ന്. ഷാബാസിന് ഈ തെളിവെടുപ്പിലേക്ക് അന്വേഷണ സംഘം കടക്കുകയാണ്. നീക്കങ്ങൾ എങ്ങനെയായിരിക്കും ഷാബാസ്? സംവിധായകൻ രഞ്ജിത്തിനെതിരായ ലൈംഗികാതിക്രമ കേസിൽ പോലീസ് പ്രധാനപ്പെട്ട നടപടികളിലേക്ക് കടക്കുകയാണ്. ഈ പരാതിയിൽ പറയുന്ന ലൈംഗികാതിക്രമം നടന്നു എന്ന് പറയുന്ന ഈ കാരവനിലെത്തിച്ച് രഞ്ജിത്തിനെ ഇന്ന് പോലീസ് സംഘം തെളിവെടുപ്പ് നടത്തും. ഈ 2 കാരവനുകളും പോലീസ് കഴിഞ്ഞ ദിവസം പിടിച്ചെടുത്തിരുന്നു. ഈ ഷൂട്ടിംഗ് സെറ്റിൽ ഉണ്ടായിരുന്ന 2 കാരവനുകളും കഴിഞ്ഞ ദിവസം ചങ്ങനാശ്ശേരിയിൽ നിന്നാണ് കൊച്ചിയിലേക്ക് എത്തിച്ചത്. ഈ 2 കാരവനുകളിലും രഞ്ജിത്തിനെ എത്തിച്ചെന്ന് തെളിവെടുപ്പ് ഉണ്ടാകും. ഈ കാരവനിലാണ് ലൈംഗികാതിക്രമം നടന്നു എന്ന് പരാതിയിൽ പറയുന്നു. ഒപ്പം രഞ്ജിത്തിനെ വിശദമായ ചോദ്യം ചെയ്യലും ഈ പോലീസ് സംഘം നടത്തുന്നുണ്ട്. ഈ പരാതിയെക്കുറിച്ച് കൃത്യമായ വിവരങ്ങൾ രഞ്ജിത്തിൽ നിന്ന് പോലീസ് സംഘം ചോദിച്ചറിയുന്നുണ്ട്. നാളെ വൈകിട്ട് 4 മണി വരെയാണ് കോടതി രഞ്ജിത്തിനെ പോലീസ് കസ്റ്റഡിയിൽ വിട്ടിരിക്കുന്നത്. അതിനൊപ്പം ഈ പരാതിക്ക് പിന്നാലെ രഞ്ജിത്ത് രക്ഷപ്പെടാൻ ശ്രമം നടത്തിയിരുന്നു. ഈ രക്ഷപ്പെടാൻ സഹായിച്ചവർ ആരെങ്കിലും ഉണ്ടോ എന്ന കാര്യവും രഞ്ജിത്തിൽ നിന്ന് പോലീസ് ചോദിച്ചറിയുന്നുണ്ട്. അങ്ങനെ ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ അന്ന് തൊടുപുഴയിൽ നിന്ന് രഞ്ജിത്തിനെ പിടിക്കുമ്പോൾ കൂടെ ഉണ്ടായിരുന്നവരെ വീണ്ടും വിളിച്ച് ചോദ്യം ചെയ്യാനുള്ള ശ്രമമൊക്കെ പോലീസിന്റെ ഭാഗത്ത് നിന്ന് നടക്കുന്നുണ്ട്. ഒപ്പം ഡിജിറ്റൽ തെളിവുകൾ ശേഖരിക്കുന്നതിനൊപ്പം അന്ന് ആ സിനിമാ ഷൂട്ടിംഗ് സെറ്റിൽ ഉണ്ടായിരുന്ന ആളുകളെ ചോദ്യം ചെയ്യാനും പോലീസ് ഇതിനിടയിൽ ശ്രമം നടത്തുന്നുണ്ട്. കാരണം അന്ന് ഈ ലൈംഗികാതിക്രമം നടന്നതിന് പിന്നാലെ ഈ നടി കരഞ്ഞ് പുറത്തേക്ക് ഓടിയിരുന്നു. ഈ സിനിമാ സെറ്റിൽ ഉണ്ടായിരുന്നവരോട് ആ കാര്യങ്ങളെല്ലാം തുറന്നു പറഞ്ഞിരുന്നു. അതിന്റെ ഭാഗമായി അന്ന് ആ സെറ്റിൽ ഉണ്ടായിരുന്നവരെ കൂടി ചോദ്യം ചെയ്യാൻ പോലീസ് നിലവിൽ തീരുമാനിച്ചിട്ടുണ്ട്. വ്യക്തമാണ്. ഷാബാസ് അഹമ്മദാണ് വിശദാംശങ്ങൾ നൽകിയത്.